സോ തണ്ടർബോൾസ് എന്ന മൂവി കണ്ടു. സോ തീരെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് ഞാൻ ഈ സിനിമക്ക് പോയത്. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ അല്ലാണ്ട് ബാക്കി എല്ലാ പടങ്ങളും ഒരു തല്ലിപ്പൊളി അല്ലെങ്കിൽ ആവറേജ് എന്നുള്ളതൊക്കെ പോയിരുന്നു. പക്ഷെ ഇത് സർപ്രൈസിംഗ്ലി നല്ലൊരു പടമായിരുന്നു. ഒരു ഗുഡ് വാച്ച് ആണ്. അപ്പോ ഗുഡ് വാച്ച് എന്ന് പറയുമ്പോ പുതിയ കഥയൊന്നുമില്ല, ഒക്കെ സ്ഥിരം ടെംപ്ലേറ്റ് സാധനങ്ങളാണ്. സൂപ്പർ ഹീറോ വില്ലൻ ആ ഒരു സംഭവം തന്നെ. അതന്നെയാണല്ലോ സൂപ്പർ ഹീറോ പടത്തിൽ പറ്റുള്ളൂ ഒന്നാമത്. പക്ഷേ ഇതിനൊരു ഒഴുക്കുണ്ടായിരുന്നു. ഇതിനു മുമ്പ് മാർവലിൽ ഉണ്ടായിരുന്ന ആ ഒരു ഒഴുക്ക് പിന്നീട് എവിടെയോ നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു വന്ന പോലെ ഉണ്ട്. സോ ഇത് കണ്ടപ്പോ ഇനിയുള്ള നെക്സ്റ്റ് വരാൻ പോകുന്ന ഫാന്റാസ്റ്റിക് ഫോറിനും അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്കും ഒരു എക്സ്പെക്ടേഷൻ വരുന്നുണ്ട്. കാരണം ഈ ഒരു ഇതിൽ കീപ്പ് ചെയ്തിട്ട് നല്ലൊരു സ്റ്റോറി ഉണ്ടെങ്കിൽ ആ പടങ്ങളൊക്കെ നന്നാവും. അപ്പൊ ഇത് കുഴപ്പമില്ല. ഒരു നെക്സ്റ്റ് ഇനി വരാൻ പോണ ഇൻസ്റ്റാൾമെന്റ്സിനൊക്കെ ഒരു 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 ബേസ് ഇട്ട പോലെ തോന്നുന്നുണ്ട്. ഇതിന് മുന്നേ ഇറങ്ങിയ ഇനി ക്യാപ്റ്റൻ അമേരിക്ക മൂവിനായിട്ടുള്ള ഒരു ചെറിയ കണക്ഷനും അതുപോലെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോണ സിനിമയുടെ ഒരു കണക്ഷനൊക്കെ ഇതിൽ എൻ ക്രെഡിറ്റ്സിലൊക്കെ തരുന്നുണ്ട്. സോ ഇത് രണ്ട് എൻ ക്രെഡിറ്റ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. സോ ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ലൊരു പടമാണ്. ആക്ടേഴ്സ് ആയാലും കുറച്ച് ഹ്യൂമേഴ്സ് ഉണ്ട്. പിന്നെ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട് ഇതില്, ഒരു വില്ലൻ ക്യാരക്ടറൊക്കെ ആയിട്ട്. സോ ഇതിൽ പുതിയൊരു ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ആ വില്ലൻ ക്യാരക്ടർ ഒരു പുതിയ ക്യാരക്ടർ ആണ് ഈ സിനിമയിൽ ഇനി ഫ്യൂച്ചറിൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവുമെന്ന് കരുതുന്നു. കാരണം അങ്ങനെ തോന്നിയത്. സോ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നോക്കാം. കുഴപ്പമില്ലാതെ കണ്ടിരുന്ന് നമുക്കൊരു ഇത്രയും കാലം കണ്ട ഒരു മാർവൽ പടത്തിന്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ പറ്റും. സോ ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ഈ സീരീസിലൊക്കെ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. സോ മാർവലിന്റെ മൂവീസും സീരീസും ഒക്കെ അത്യാവശ്യം ഫോളോ ചെയ്യുന്നവരാണ് ഈ പടത്തിന് വരിക എന്നുള്ള അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അത്യാവശ്യം ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിൽ പഴയ ക്യാപ്റ്റൻ അമേരിക്ക മൂവീസിന്റെ റെഫറൻസുകൾ പറയുന്നുണ്ട്. അതുപോലെ ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ വന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇപ്പൊ ഈ റെഡ് ഗാർഡിയൻ, വിന്റർ സോൾജിയർ, അതുപോലെ ഗോസ്റ്റ് ക്യാരക്ടർ, ടാസ്ക് മാസ്റ്റർ ഒക്കെയാണ് ഇതിലുള്ളത്. സോ നിങ്ങൾക്ക് കണ്ടു നോക്കാം, നല്ല രസമുള്ള പടമാണ്. തിയേറ്ററിൽ തന്നെ പോയി വാച്ച് ചെയ്യാം. വാച്ചബിൾ ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് സംഭവമൊന്നുമില്ല, പക്ഷെ തിയേറ്ററിൽ വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. സോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാം. സോ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.